Hello everyone and welcome back to Decode Microbes. So today we are dividing straight into a Calicut University syllabus with one of the most exciting topics ever, the history of microbiology. ഇത് നിങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്ററിലെ മേജർ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മൈക്രോബയോളജിയിലെ സെക്കൻഡ് മൊഡ്യൂളാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. See the title of the slide, the dominant life form on planet Earth. ഓക്കെ, നമ്മൾ മനുഷ്യന്മാർ വിചാരിക്കും നമ്മളാണ് ഈ ഭൂമിയിലെ രാജാക്കന്മാരെന്ന്. പക്ഷേ അത് ആബ്സല്യൂട്ട് മിസ്റ്റേക്കാണ് ഗൈസ്. ബിക്കോസ് എർത്തിൽ റിയൽ റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയാൻ പോകുന്ന മൈക്രോബ്സ് ആണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ് നമ്പേഴ്സ് ഓൺ ദ സ്ലൈഡ്. മൈക്രോബ്സ് മേക്കപ്പ് എ മാസീവ് 15% ഓഫ് ദ ടോട്ടൽ ഗ്ലോബൽ ബയോമാസ്. ഇത് മനുഷ്യൻ്റെ ടോട്ടൽ ബയോമാസുമായി കമ്പയർ ചെയ്താൽ ജിയോമെട്രിക് സ്കെയിലിൽ 1000 ടൈംസ് കൂടുതലാണ്. അങ്ങനെ നോക്കിയാൽ നമ്മളൊക്കെ ഈ മൈക്രോബ്സിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നത്. ഓക്കെ, ആസ് ദ സ്ലൈഡ് സീസ്, ദേ ആർ എവ്രിവെയർ ഇൻ ദ എൻവിറോൺമെൻറ്റ്, animals and the body, performing pathogen defense, nutrient cycling and biochemical transformation. എത്ര എക്സ്ട്രീം ആയ കണ്ടീഷൻസിലും അതും എക്സ്ട്രീം ഹീറ്റ് ആയാലും ഫ്രീസിങ് കോൾഡ് ആയാലും ഇവർക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്നത് മുതൽ എർത്തിലെ ന്യൂട്രിയൻറ്റ് സൈക്ലിംഗ് വരെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ഇൻവിസിബിൾ ലൈഫ് ഫോംസ് ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്ലൈഡ്. മൈക്രോബയോളജിയിലെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് രാജാക്കന്മാരെ പറ്റി പഠിക്കുന്നതാണ്, പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ മെയിൻ ഡിഫറൻസസ് ഇൻ ദിസ് ടേബിൾ. ട്രൂ ന്യൂക്ലിയസ് പ്രോകാരിയോട്സിൽ ആബ്സെൻ്റ് ആണ്, പക്ഷേ യൂകാരിയോട്സിൽ പ്രസൻറ്റ് ആണ്. ആൻഡ് ഓർഗനൽസ് പ്രോകാരിയോട്സിൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ല, ഇറ്റ്സ് ആബ്സെൻറ്റ്. യൂകാരിയോട്സിൽ ക്ലിയറായി പ്രസൻറ്റ് ആണ്. ഓക്കെ, സെൽ സൈസ് പ്രോകാരിയോട്സ് വളരെ ചെറിയ സൈസാണ്, ജസ്റ്റ് 1 to 5 മൈക്രോമീറ്റേഴ്സ്. ബട്ട് യൂകാരിയോട്സ് റേഞ്ച് ഫ്രം 10 to 100 മൈക്രോമീറ്റേഴ്സ്. ആൻഡ് റൈബോസോംസ് പ്രോകാരിയോട്സിൽ 70 S ആണ്, യൂകാരിയോട്സിൽ അത് 80 S ആണ്. ഓക്കെ, നൗ സോ ബേസിക്കലി പ്രോകാരിയോട്സ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് സെൽ സ്ട്രക്ചറാണ്, നോ കോംപ്ലെക്സ് കമ്പാർട്ട്മെൻറ്റ്സ്. പക്ഷേ യൂകാരിയോട്സ് ഹൈലി അഡ്വാൻസ്ഡ് ആണ് ആൻഡ് ഓർഗനൈസ്ഡ് സെൽസ് ആണ് അതിലുണ്ടാവുക. സോ ഇത് ബേസ് ചെയ്താണ് നമ്മൾ ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. മീറ്റ് ദ മൈക്രോബിയൽ റോസ്റ്റർ. ഈ ഫീൽഡിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരാണെന്ന് നോക്കാം. നമ്മുടെ സിലബസിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 6 മുഖ്യതരം മൈക്രോ ഓർഗാനിസത്തിലാണ് ഈ ഗ്രിഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാക്ടീരിയ യൂണിസെല്ലുലാർ ആണ്, പ്രോകാരിയോട്ടിക് ആണ്, മൈക്രോസ്കോപ്പിക് ആണ്. ഇങ്ങനെ പറഞ്ഞാൽ സിമ്പിൾ സ്ട്രക്ചേഴ്സാണ്. എവ്രിവെയർ ദേ ആർ പ്രസൻറ്റ്. ആൻഡ് ആർക്കെ ഇവർക്ക് ഡിസ്റ്റിങ്ക്റ്റ് സെൽ വോളാണ്. ആൻഡ് എർത്തിലെ ഏറ്റവും എക്സ്ട്രീം എൻവിറോൺമെൻറ്റ്സിൽ, അതായത് ഹോട്ട് സ്പ്രിങ്സിലും സോൾട്ട് ലേക്സിലും ഒക്കെ ജീവിക്കുന്നത് ഇവരാണ്. ആൻഡ് ഫംഗസ് യൂകാരിയോട്ടിക് ആണ്, സ്പോർ ബിയറിംഗ് ആണ്, ഹെറ്ററോട്രോഫിക് ആണ്. ഫംഗസിൽ ഫഞ്ചായിൽ സിംഗിൾ സെൽഡ് ഈസ്റ്റും വരും, പിന്നെ നമ്മൾ കാണുന്ന മഷ്റൂംസൊക്കെ വരും. ഓക്കെ, yes, next is algae and they are eukaryotic, multi or unicellular and photosynthetic. chlorophyll ഉള്ളത് കൊണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനും പറ്റും. പ്രോട്ടോസോവൻ, ദർ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് സെൽസ്. ഇവർക്ക് സെൽ വോൾ ഇല്ല. മൈക്രോസ്കോപ്പിക് വേൾഡിലെ പ്രൈമറി ഹണ്ടേഴ്സ് ആൻഡ് പ്രിഡേറ്റേഴ്സ് ആണ് ഇവർ. ഓക്കെ, നൗ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എ സെല്ലുലാർ സബ് മൈക്രോസ്കോപ്പിക്. ഓക്കെ, അവരാണ് ആര്? വൈറസ്. സ്വന്തമായി ഒരു സെല്ല് പോലുമില്ല. റിക്വയർസ് എ ലിവിങ് ഹോസ്റ്റ് സെൽ ടു റീപ്രൊഡ്യൂസ്. ഒരു ലിവിങ് ഹോസ്റ്റ് ക്യാരക്ടറിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ ഇവർക്ക് റെപ്ലിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ടു ദ ആക്ച്വൽ ഹിസ്റ്ററി പാർട്ട് വിച്ച് ഈസ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. പിയറിങ് ഇൻ ടു ദ ഇൻവിസിബിൾ. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ മനുഷ്യൻ ആദ്യമായി എങ്ങനെയാണ് കണ്ടത്? ഹൂ സോ ദം ഫസ്റ്റ്? The hero here is Antoine van Leeuwenhoek in the late 16th. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നില്ല, പുള്ളി ഒരു ഡച്ച് ക്ലോത്ത് മെർച്ചൻ്റ് ആയിരുന്നു. തുണിയിലെ ത്രെഡ് കൗണ്ട് നോക്കാൻ വേണ്ടി പുള്ളി സ്വന്തമായിട്ട് ഗ്ലാസ് പീസസ് ഗ്രൈൻഡ് ചെയ്തൊരു ഹൈലി പവർഫുൾ സിംഗിൾ ലെൻസ് ബ്രാസ് മൈക്രോസ്കോപ്പ് ഉണ്ടാക്കി. ലുക്ക് അറ്റ് ദ ഡയഗ്രാം ഓൺ ദ ലെഫ്റ്റ്. ഇത്ര ചെറിയൊരു ബ്രാസ് പ്ലേറ്റിലായിരുന്നു അത്. ഓക്കെ, with this simple tool he achieved an unbelievable 300x magnification. അപ്പോൾ പുള്ളി ചുറ്റുമുള്ള റെയിൻ വാട്ടർ, പോണ്ട് വാട്ടർ, പിന്നെ സ്വന്തം പല്ലിലെ പ്ലാഗ് വരെ ഈ ലെൻസിലൂടെ നോക്കി. അപ്പം അതിലെന്തോ ചെറിയ സാധനങ്ങൾ മിനി നടക്കുന്നത് കണ്ടു. ഓക്കെ, അപ്പോൾ പുള്ളി ആദ്യം അതിനെ വിളിച്ച പേരാണ് ആനിമക്യൂൾസ്.
Okay, he literally opened the doorway to the undiscovered microscopic world, you know. Okay, now we enter into a massive scientific war in this slide, the origins debate. മൈക്രോബ്സിനെ കണ്ടുപിടിച്ചു, പക്ഷേ അവിടെ ഒരു വലിയ ചോദ്യം വന്നു, ഈ മൈക്രോ ഓർഗൻസ് എങ്ങനെ ഉണ്ടാവുന്നത്? ടു ഗ്രൂപ്പ്സ് ഫൈറ്റിംഗ് ഹിയർ, സ്പോണ്ടേനിയസ് ജനറേഷൻസ് വേഴ്സസ് ബയോജെനസിസ്. ആദ്യത്തെ ഗ്രൂപ്പായിരുന്നു സ്പോണ്ടേനിയസ് ജനറേഷൻ വാദികൾ. അവർ പറഞ്ഞു ജീവനില്ലാത്ത നോൺ ലിവിങ് മെറ്റീരിയൽസിൽ നിന്ന് സ്വന്തമായിട്ട് ജീവൻ ഉണ്ടാകുന്നത്, ലൈക്ക് മീറ്റ് റോട്ട് ആകുമ്പോൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പുഴുക്കൾ ഉണ്ടാകുന്നതെന്ന്. ഓക്കെ, സോ ഇൻ 1668 ഫ്രാൻസിസ്കോ റെഡി പുള്ളി ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു. മീറ്റ് ഓപ്പണായി വെച്ചപ്പോൾ മാഗോട്ട്സ് ഉണ്ടായി, പക്ഷേ ജാർ ടൈറ്റ്ലി ഒരു ഗോസ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് വെച്ചപ്പോൾ അതിലെന്തായി, ഫ്ലൈസിന് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. സോ നോ മാഗോട്ട്സ്. അപ്പോൾ പുള്ളി പറഞ്ഞു ലൈഫ് വരണമെങ്കിൽ മുമ്പുള്ള ലൈഫ് വേണം, മുമ്പുള്ള ജീവൻ വേണം, അത് എക്സ്പോസ്ഡ് ആയിരിക്കണം, എന്നാൽ വന്നിട്ട് എഗ്സ് ഒക്കെ ലേ ചെയ്തിട്ടൊരു ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 1745 ജോൺ നീതം പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആൾ ആ ബ്രോത്ത് ബോയിൽ ചെയ്തിട്ട് ക്ലോസ്ഡ് ഫ്ലാസ്കിൽ വെച്ചു, പക്ഷേ അതിൽ മൈക്രോബ്സ് വന്നു. സോ നീതം പറഞ്ഞു നോൺ ലിവിങ് ബ്രോത്തിൽ നിന്നും സ്പോണ്ടേനിയസ് ആയ മൈക്രോബ്സ് ഉണ്ടായി. അപ്പം അവിടെ വേറെ ഇഷ്യൂ വന്നു. അപ്പോൾ 1765 ലസാരോ സ്പെലൻസാനി ആൾ പറഞ്ഞു ഈ മിസ്റ്റേക്ക്, ഈ നീതത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലുള്ള മിസ്റ്റേക്ക് കണ്ടെത്തി. സ്പെലൻസാനി ഫ്ലാസ്ക് എയർ ടൈറ്റായി സീൽ ചെയ്തിട്ട് നന്നായി ബോയിൽ ചെയ്തു, അപ്പോൾ ഒരു ഗ്രോത്തും അതിലുണ്ടായില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഇതിൽ നിന്ന്? ഒരു എക്സ്പെരിമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനും അതിനുള്ള ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് ചെയ്യാനും ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. റൈറ്റ്, ദിസ് വാസ് എ ബിഗ്ഗസ്റ്റ് ഡിബേറ്റ് അറ്റ് ദാറ്റ് ടൈം. ബട്ട് സ്പോണ്ടേനിയസ് ജനറേഷൻ സപ്പോർട്ട് ചെയ്തവർ പറഞ്ഞു എയർ ബ്ലോക്ക് ചെയ്തത് കൊണ്ടാണ് ആ വൈറ്റൽ ഫോഴ്സിന് കയറാൻ പറ്റിയില്ല എന്ന്. സോ ഹൗ ഡിഡ് വി സെറ്റിൽ ദിസ്? സോ ലുക്ക് അറ്റ് ദിസ് സ്ലൈഡ്, ഡിഫീറ്റിംഗ് ദ വൈറ്റൽ ഫോഴ്സ് വിത്ത് ജോമെട്രി. ഈ ഒരു കോൺട്രവേഴ്സിക്ക് പെർമനൻറ്റ് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് നമ്മുടെ മൈക്രോബയോളജിയിലെ ആബ്സല്യൂട്ട് ലെജൻഡായ ലൂയിസ് പാസ്റ്ററാണ് ഇൻ 1861. Pasteur designed a brilliant piece of glassware called as the Swan neck flask. Look at the S-shaped curve. So this is the Swan neck flask. Okay. അപ്പോൾ പുള്ളി ഫ്ലാസ്കിൽ ന്യൂട്രിയൻ ബ്രോത്ത് നന്നായി ബോയിൽ ചെയ്തു, എന്നിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തിയിട്ട് ഓപ്പൺ ആയി തന്നെ വെച്ചു. എവിടെയും സീൽ ചെയ്തില്ല. സോ എയറിന് ഈസിലി ഉള്ളിൽ കയറാം. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡസ്റ്റ് പാർട്ടിക്കിൾസും മൈക്രോബ്സും നിങ്ങൾക്ക് അവിടെ കാണാം, ദി സെറ്റിൽ ഹിയർ. അത് ഒരു ട്രാപ്പായിരുന്നു, ഇവിടെ അത് വന്നിട്ട് സെറ്റിലാവും. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കുക? ഈ ഒരു ബെൻഡിൽ ഇത് ട്രാപ്പായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ബ്രോത്തിലേക്ക് അവർക്ക് എന്ത് സംഭവിച്ചു? എത്താൻ പറ്റിയില്ല. Okay, so the broth remained completely sterile for months, but the moment the flask was tilted or the neck was broken, ഇവിടെ വെച്ചിട്ട് ബ്രോക്കൺ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്യും? മൈക്രോ ഓർഗാനിസം വന്നതിൽ സെറ്റിലായതിൽ ഗ്രോത്ത് ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഒരു ഫ്ലാസ്ക് ടിൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രോത്ത് ഇവിടെ വരെ എത്തിയിട്ട് ഇവരായിട്ട് കോണ്ടാക്റ്റിലെത്തും, എന്നിട്ട് തിരിച്ചിവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൂടെ പാസ്റ്റർ ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞു വെച്ചു, ലൈഫ് ക്യാൻ ഓൺലി കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന തിയറി പൂർണ്ണമായും തകർത്ത് ബയോജെനസിസ് വിൻ ചെയ്തു. സോ യെസ്, ദാറ്റ് വാസ് ദ വിക്ടറി. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ഷിഫ്റ്റ് കൊണ്ടുവന്നു ഫ്രം ദ ഓൾഡ് വേൾഡ് ടു ദ ന്യൂ വേൾഡ് ഓഫ് ജേം തിയറി. പഴയ കാലത്ത് മനുഷ്യർ വിചാരിക്കുന്നത് നമുക്ക് അസുഖം വരുന്നത് മിയാസ്മ ഓർ ബാഡ് എയർ കൊണ്ടാണെന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കേഴ്സ് ആണെന്നൊക്കെയാണ് ബിലീവ് ചെയ്തിരുന്നത് എല്ലാവരും. But the germ theory of disease proved the specific microorganisms are the real cause of specific diseases. ഈ ഒരു റിയലൈസേഷൻ മെഡിക്കൽ സയൻസിനെ തന്നെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ആൻഡ് മൈക്രോബ്സിനെ നശിപ്പിച്ചാൽ ഡിസീസ് തടയാണെന്നും മനുഷ്യന്മാർക്ക് മനസ്സിലാക്കി. ഓക്കെ, പക്ഷേ how will we prove that which microbe causes which disease? For that we need to look at the next slide, which explains the Koch's postulates by Robert Koch. So let's see the Koch's postulate. റോബർട്ട് കൊച്ച് ഒരു എക്സ്പെരിമെൻ്റൽ സയൻറ്റിഫിക് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു. ഒരു പ്രത്യേക മൈക്രോ ഓർഗാനിസം തന്നെയാണ് ഈ ഡിസീസ് ഉണ്ടാക്കിയെന്ന് ഉറപ്പിക്കാൻ വേണ്ടി 4 സ്ട്രിക്റ്റ് പോസ്റ്റുലേറ്റ്സ് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പോസ്റ്റുലേറ്റ് 1, ഡിസീസ്ഡ് ആനിമലിൽ ഈ പാത്തജൻ മാൻഡേറ്ററി ആയിട്ട് പ്രസൻ്റ് ആയിരിക്കണം, ഹെൽത്തി ആനിമൽസിന് അത് കാണാനും പാടില്ല. ഓക്കെ, ഇൻ പോസ്റ്റുലേറ്റ് 2,
ഈ പാത്തജൻ ഡിസീസ്ഡ് ഹോസ്റ്റിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് പ്യുവർ കൾച്ചറായി ലാബിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് ഇൻ പോസ്റ്റുലേറ്റ് 3 ഹീ സെഡ് ഈ പ്യുവർ കൾച്ചറിലുള്ള പാത്തജനെ ഒരു ഹെൽത്തി ലാബോറട്ടറി ആനിമലിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്താൽ സെയിം ഡിസീസ് തന്നെ വരണം. ഇൻ പോസ്റ്റുലേറ്റ് 4 ഹീ സെഡ് ആ പുതിയ സിക്ക് ആനിമലിൽ നിന്ന് പിന്നെയും നമ്മൾ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്ത സെയിം പാത്തജനെ തന്നെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ these 4 rules establish the definitive causal link between the microbes and the infectious diseases. Okay. Yeah, so now let's talk about the huge practical problem, the cultivation bottleneck. ലാബിൽ മൈക്രോബ്സിനെ പഠിക്കണമെങ്കിൽ പ്യുവർ ഐസൊലേഷൻ വേണം. പക്ഷേ പഴയ കാലത്ത് ആകെ ഉണ്ടായിരുന്നത് ലിക്വിഡ് ബ്രോത്ത് മീഡിയ ആയിരുന്നു. സോ ലിക്വിഡ് മീഡിയയിൽ പല ടൈപ്പ് ബാക്ടീരിയ മിക്സായി കിടക്കുമ്പോൾ നമുക്ക് പ്രത്യേകം അതിനെ മാറ്റി വേർതിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഇൻ ലിക്വിഡ് ബ്രോത്ത് എവറിത്തിങ് ഈസ് ലൈക്ക് എ മിക്സ്ഡ് സൂപ്പ്. We need a solid medium to freeze the bacteria in a place so that they can multiply into distinct pure colonies. Okay, so Robert Koch എന്ത് ചെയ്തു, ആദ്യം ജെലറ്റിൻ യൂസ് ചെയ്ത് സോളിഡിഫയിങ് ഏജൻ്റ് ആക്കി. പക്ഷേ ജെലറ്റിൻ 2 വലിയ കുഴപ്പമുണ്ടായിരുന്നു. ഓവർ 37 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അത് ഉരുകി ലിക്വിഡാവും. പിന്നെ ചില ബാക്ടീരിയ ജെലാറ്റിനെ ഫുഡായി തിന്നുകളയും. സോ ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് ആൾ ഓവർകം ചെയ്തത് ആൻഡ് വാട്ട് ഹെൽപ്പ് ദ സയൻസ് to overcome this problem, to tackle this problem? Let's see in the next slide. Yes, the kitchen ingredient that revolutionized the science. ഈ പ്രോബ്ലം സോൾവ് ചെയ്തൊരു ആബ്സല്യൂട്ട് ആക്സിഡൻ്റൽ ബ്രേക്ക് ത്രൂയിലൂടെയാണ്. റോബർട്ട് കോച്ചിൻ്റെ ലാബിലുള്ള വോൾട്ടർ ഹെസെ എന്ന അസിസ്റ്റൻറ്റിൻ്റെ വൈഫായിരുന്നു ആഞ്ചലീന ഫാനി ഹെസെ. Fanny used an ingredient called agar-agar in her kitchen to make fruit jellies and jam. So she suggested her husband using it in the microbiology lab. അപ്പോൾ ഇതൊരു ഭയങ്കര ഹിറ്റായി ഗൈസ്. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ അഗാർ 100 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ മെൽറ്റ് ആവുള്ളൂ. റൂം ടെമ്പറേച്ചറിൽ നന്നായി സോളിഡായിട്ട് കിടക്കുകയും ചെയ്യും. ആൻഡ് പ്രഡിക്ഷൻ ലെവൽ വാസ് പെർഫെക്റ്റ്. ഏറ്റവും നല്ല കാര്യം, മൈക്രോ ഓർഗാനിസത്തിന് അഗാർ ഡൈജസ്റ്റ് ചെയ്ത് തിന്നാൻ പറ്റില്ല. Because of a kitchen trick, modern microbiology got its ultimate standard tool for the pure cultures. Okay, and once we knew how to grow the germs, the next step was fighting them. എങ്ങനെയാണ് നമ്മൾ പിന്നെ അതിനെ ഫൈറ്റ് ചെയ്ത് തുടങ്ങിയത്? ഡിസീസസിനെ ഓപ്പോസ് ചെയ്യാൻ നമ്മൾ മെയിനായി 2 വഴികളാണ് കണ്ടുപിടിച്ചത്. ഒന്ന് വാക്സിനേഷൻ ആൻഡ് നെക്സ്റ്റ് വാസ് ആൻറ്റിസെപ്സിസ്. ഓക്കെ, വാക്സിനേഷൻ, അതായത് എഡ്വേർഡ് ജെന്നർ ഇൻ 1796 discovered that exposing someone to a mild cowpox virus protects them from a deadly smallpox. Later, Louis Pasteur generalized this concept and developed an artificial vaccines for rabies and anthrax by attenuating or weakening the pathogens. Okay, and in antisepsis in 1860, Joseph Lister, he noticed that ഒരുപാട് പേഷ്യൻസ് സർജറിക്ക് ശേഷം മരിച്ചു പോകുന്നു ഡ്യൂ ടു ദ ഇൻഫെക്ഷൻ. അപ്പോൾ പുള്ളി കാർബോളിക് ആസിഡ്, അതായത് ഫീനോൾ ഉപയോഗിച്ച് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും വൂൺസും ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഇതോടെ പോസ്റ്റ് സർജറി ഡെത്ത് റേറ്റ് ഡ്രാസ്റ്റിക്കലി കുറഞ്ഞു. ഓക്കെ, finally we entered the modern golden era. So let's see that in the next slide. ഹ്യൂമൻ ബോഡീൻ്റെ ഉള്ളിൽ കയറിയ ബാക്ടീരിയനെ ബോഡി സെൽസിനെ ഡാമേജ് ചെയ്യാതെ സെലക്റ്റീവായിട്ട് കൊല്ലുന്ന കെമിക്കൽസിനാണ് നമ്മൾ മാജിക് ബുള്ളറ്റ് എന്ന് വിളിച്ചത്. പോൾ എർലിച്ച് പുള്ളി ആദ്യമായി സെൽവാഴ്സൻ എന്ന കെമിക്കൽ സിന്തസൈസ് ചെയ്തു to treat syphilis. Syphilis is a sexually transmitted disease. ഓക്കെ, അപ്പോൾ സെലക്റ്റീവ് ടാർഗറ്റിങ്ങിൻ്റെ കെമിക്കൽ ബേസിക് ആയിരുന്നു ഇത്. ആൻഡ് അലക്സാണ്ടർ ഫ്ലെമിങ് ഇൻ 1928 the historic accidental discovery. ഓക്കെ, ദ ഫ്ലെമിങ് പുള്ളിയുടെ പ്ലേറ്റ് ലാബിൽ വെച്ച് മറന്നു. ഒരു പെൻസിലിയം ഫംഗസിൻ്റെ ഗ്രോത്ത് വന്നപ്പോൾ അത് ചുറ്റുമുള്ള ബാക്ടീരിയനൊക്കെ ലൈറ്റിക്കാക്കി ആ ചുറ്റുമുള്ള ബാക്ടീരിയ ഒക്കെ ചത്തുപോയി. അതാൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് വേൾഡിലെ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് പെനിസിലിൻ എന്തായത് പിറന്നത്. Okay, now comes Gerhard Domak. He discovered the Prontocil, the first commercially available synthetic antibacterial sulfonamide drug. Okay,
Now, to wrap up everything, let's go to the next slide. Yeah, I have missed one guy, Selman Waxman, in 1940s. So he undertook a massive systematic search of soil microorganism. അപ്പോൾ പുള്ളി കണ്ടെത്തി സോയിൽ ബാക്ടീരിയയാണ് ഏറ്റവും കൂടുതൽ ആൻറ്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സോലബിൾ ആയിട്ടുള്ള. ആൻഡ് ദർ ഹി കോയിൻ ദ ടേം ആൻറ്റിബയോട്ടിക്സ്. അപ്പം ആൻഡ് ഹി ഡിസ്കവേർഡ് ദ സ്ട്രെപ്റ്റോമൈസിൻ. അതായിരുന്നു ഒരു ക്രിട്ടിക്കൽ വെപ്പൺ എഗെയിൻസ്റ്റ് ട്യൂബർക്കുലോസിസ്. ഓക്കെ, മോസ്റ്റ്ലി ആൻറ്റിബയോട്ടിക് ഇഫക്റ്റ് ഉള്ള അഥവാ ആൻറ്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതലായിട്ടുള്ള സോയിൽ മൈക്രോബ്സിനെ നമ്മൾ ആക്ടിനോമൈസിറ്റീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഗൈസ്, ദ 4 pillars ഓഫ് മോഡേൺ മൈക്രോബയോളജി ആൻഡ് മെഡിസിൻ. നമ്മൾ ഇന്ന് പഠിച്ച ടോട്ടൽ ഹിസ്റ്ററി നമുക്ക് ഈ 4 തൂണുകളിൽ ഒതുക്കാം. പില്ലർ 1, ഒബ്സർവേഷൻ. ആൻറ്റൺ വാൻ ലൂവൻഹോക്ക് മൈക്രോസ്കോപ്പിക് വേൾഡ് ആദ്യമായി നമുക്ക് കാണിച്ചു തന്നു. പില്ലർ 2, തിയറി. ലൂയിസ് പാസ്റ്റർ സ്പോണ്ടേനിയസ് ജനറേഷൻ തകർത്തു, ജേം തിയറീനെ പ്രൊമോട്ട് ചെയ്തു. ആൻഡ് ദെൻ പില്ലർ 3, കൾട്ടിവേഷൻ. കോച്ച് ആൻഡ് ഫാനി ഹെസെ അവർ പ്യുവർ കൾച്ചർ ഐസൊലേഷൻ ടെക്നിക്സ് ലാബിൽ കൊണ്ടുവന്നു. ആൻഡ് ദെൻ പില്ലർ 4 ഇസ് ഇറാഡിക്കേഷൻ. ജെനർ, ലിസ്റ്റർ, ഫ്ലെമിംഗ് വഴി നമ്മൾ വാക്സിൻസും ആൻറ്റിസെപ്റ്റിക്സും ആൻറ്റിബയോട്ടിക്സും ഉണ്ടാക്കി ഹ്യൂമൻ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. സോ റിമെമ്പർ ഗൈസ്, ദ കോൺക്വസ്റ്റ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് വാസ് നോട്ട് എ സിംഗിൾ ഡിസ്കവറി ബട്ട് ദ വിക്ടറി ഓഫ് ദീസ് 4 pillars combined. Yeah. So that's it for today. Introductory lecture on history of microbiology. If you found